ഇവർക്ക് നല്ലോണം പാലുണ്ട്. ഇപ്പൊ പ്രസവിച്ചിട്ട് 5 മാസമായി. രാവിലെ ഒരു 10-11 കിട്ടും, ഉച്ച കഴിഞ്ഞു ഏതാണ്ട് അത്ര എണ്ണം കിട്ടും, ഒരു 9, 8 അങ്ങനെ. പുതിയ പശുവിനെ ഒന്നും പാൽ ഞരമ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു പേര് കഴിഞ്ഞാൽ ആ പാൽ ഞരമ്പ് തടിച്ചോളൂ. ചിലതിന്റെ അടിക്കൂട്ടോ. ഇതിന്റെ ചെറുതായിട്ട് അങ്ങിയ വസ്തു ഉണ്ട്. അത് കണ്ട ചെറുങ്ങനെയുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ. ഇപ്പൊ 4.5 മാസമായി. 4.5 മാസം. അതിനെ കണ്ടോ 15 മാസം ആകുമ്പോ അത് അതിനെ കുത്തിവെക്കാം. അതുപോലെ തീറ്റ കൊടുക്കണം. നമ്മളിത് കാണാൻ പോകുന്ന കാടി മാണിക്യമംഗലത്തുള്ള തങ്കപ്പൻ ചേട്ടന്റെ പശുവളത്തിലാട്ടോ. ഈ ചേട്ടന്റെ പശുവളത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിന്താമണി എന്നാണ് ചേട്ടൻ പശുക്കളെ എടുക്കുന്നത്. അപ്പൊ അതിന്റെ വിവരങ്ങളാട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ചേട്ടാ തങ്കപ്പൻ ചേട്ടൻ. ചേട്ടാ സ്വാഗതം. നമസ്കാരം. അപ്പൊ ചേട്ടന്റെ പശുക്കളെ നമുക്കൊന്ന് കാണാട്ടോ. അപ്പൊ ഇതാണ് ചേട്ടന്റെ തൊഴുത്ത് അല്ലെ? പശുക്കളും. ഈ പശു ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട്? ഇപ്പൊ ഇതിപ്പോ ചവിട്ടിച്ചിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഒരു 2 മാസം കഴിഞ്ഞേക്കണം. 2 മാസം. അതെ അല്ലെ? ഇവിടെ ഇപ്പൊ HFന്റെ ഇനത്തിൽപ്പെട്ട പശുക്കളല്ലേ കൂടുതലും അല്ലെ? കൂടുതലും തന്നെ. അതിന്റെ ഇടയ്ക്ക് ജേഴ്സി ഉണ്ട്. ജേഴ്സിയാന്ന് തോന്നണം. ബാക്കിയൊക്കെ HF പെട്ടതാ. ഇവിടെ ഒരു കിടാവ് നിൽപ്പുണ്ട്. ഇത് HFന്റെ കിടാവ്. അതേല കിടക്കുന്നതിന്റെ കിടാവ്. കിടാവാണല്ലേ? ഇത് മൊത്തം സംഭവമാണ്. 5 കൂടാണ്ട് 3 അതല്ലേ? അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തേക്കാണ്. ഇവിടെ കെട്ടാൻ സൗകര്യം ഇല്ല മഴക്കാലത്ത്, കഴിഞ്ഞ മഴയത്ത്. എന്നിട്ട് അവന്റെ വീട്ടിൽ തൊഴുത്ത് കിടന്ന കാരണം ഞാൻ അവിടെ കൊണ്ടു കൊടുക്കും. ഇപ്പൊ തീറ്റ അവിടെ കൊണ്ടു കൊടുക്കും ആഴ്ചക്ക്. അപ്പൊ അവിടുത്തെ കൊടുത്തോളും. കെട്ടാനും സൗകര്യമുണ്ട്. 3 ഉണ്ട്. 15 എണ്ണത്തിനെ കൊണ്ടുവന്നാ. അതില് 8 എണ്ണത്തിനെ ഞാൻ വിറ്റു. 7 എണ്ണം ഉണ്ട്. ആ 3 ഈ 4. പിന്നെ ഇനി ഇതൊരെണ്ണം പ്രസവിച്ച് കിട്ടിയതാണല്ലോ. കൃത്യമായിട്ട് എനിക്ക് ആ മാർക്കറ്റിന്റെ പേര് അറിഞ്ഞൂടാ. കൃഷ്ണഗിരി എത്തണ്ട, അതിനെ കുറച്ച് ചിന്താമണിന്ന് കൃഷ്ണഗിരിയിലുള്ള മാർക്കറ്റ്, അതിന്റെ കുറച്ച് ഇപ്പുറത്ത്. എന്നിട്ട് പശുക്കളൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ ഈ നിക്കണതാണ് സംഭവം. ഒരു കഴിഞ്ഞ ഡിസംബറിൽ കൊണ്ടുവന്നാ. ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല പശുക്കളാണ് അല്ലെ? ഇന്ന് വിചാരിക്കാം നിങ്ങളൊക്കെ പെറ്റ് കിട്ടി കറന്നു നോക്കിയാല നല്ലതാണോ പൊട്ടിയാണോന്ന് അറിയാം, പാലിന്റെ ഒക്കെ അറിഞ്ഞിട്ട്. അതെല്ലേ? പിന്നെ അപ്പുറത്തെ പശുക്കൾ 3 പശുക്കളല്ലേ? അവരെ കൊണ്ടുവന്നാ കൃഷ്ണഗിരിന്ന് തന്നെ ഒരു വീട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നാ. അവരെ 3 പേരെ. അതിലൊരെണ്ണം സുഖമില്ലാണ്ടായി പോയി. അങ്ങനെ അവിടെ അവരെ കെട്ടിയായിരുന്നു. കൊണ്ടുവന്ന് ഇവിടെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് പ്രസവിച്ചേ. 15 ദിവസം കഴിഞ്ഞോടി അതിന് അകിടുവീക്കായി. അകിടുവീക്കം മാറിയോടുകൂടി പിന്നെ ഇത് തീറ്റ എടുക്കണല്ല. അകിടുവീക്കം അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ മാറി കറക്കലൊക്കെ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇത് തീറ്റ എടുക്കാണ്ടായിപ്പോ വേഗം ഇതിന്റെ ഡോക്ടറെ വിളിച്ചുകൊണ്ടു. അങ്ങേര് നോക്കിയപ്പോ ഇതിന് എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ വേഗം രക്തം പരിശോധിക്കാൻ പറഞ്ഞു. അങ്കമാലിക്കാര് ഒന്ന് രക്തം പരിശോധിക്കുമ്പോ ടൈലേറിയേണ്ടി തോന്നുന്നു. അതിന് ചികിത്സ എന്ന് പറയാല. അതിനെ കൊണ്ടോണം അന്ന് വരെ ഇതിങ്ങളുടെയും കൂടെയും പാല് വിറ്റ കാശിനെ മരുന്ന് മേടിച്ച് അതിനെ കൊടുക്കണം. എന്നും ഡോക്ടർ വരുവാ. അതിനെ കൊടുത്തേ പിന്നെ എനിക്ക് സമാധാനമുള്ളൂ. കൊണ്ടുപോയി വെറുതെ 1,10,10,000 രൂപയ്ക്ക് മേടിച്ചാ 30 രൂപയ്ക്ക് അറക്കണവര് കൊണ്ടുപോയാ തീരെ വയ്യാണ്ടായി. അങ്ങോട്ട് എല്ലും കോലും പോലിയായി. എന്ത് കൊടുത്തിട്ട് 2 ദിവസം തീറ്റ എടുത്താ പിന്നെ 2 ദിവസം കഴിയുമ്പോ അങ്ങനെയൊക്കെ ആവും. അങ്ങനെ എന്തോ പ്രശ്നമായി. അതാണ് ഈ ആളുകൾക്ക് പേടിയല്ലേ അവിടെ നിന്ന് കൊണ്ടുവരാൻ. അവരെ കൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവക്ക് 1 രൂപ പോലും ചെലവായിട്ടില്ല. പിന്നെ ചെനേമയാണ് കൊണ്ടുവന്നത്. അപ്പൊ അവള് പ്രസവിക്കാൻ 2 മാസം കൂടി കഴിഞ്ഞാൽ പ്രസവിക്കും. ഇവർക്കൊക്കെ പക്കത്തിൽ ഓരോ ഇഞ്ചക്ഷനും അതും ഇതൊക്കെ ചെയ്തതോടുകൂടി അവരുടെ അതങ്ങോട്ട് മാറി. ഇപ്പൊ ഇതുവരെ പ്രശ്നമില്ല. 1 രൂപ ചെലവ് ആവാത്ത ആൾക്കാ. 1 ഇഞ്ചക്ഷൻ പോലും വെച്ചിട്ടില്ല. ഒരു കുഴപ്പമില്ല. അപ്പൊ എത്ര ലിറ്റർ പാലൊക്കെ ഇവർക്ക് നല്ലോണം പാലുണ്ട്. ഇപ്പൊ പ്രസവിച്ചിട്ട് 5 മാസമായി. രാവിലെ ഒരു 10-11 കിട്ടും, ഉച്ച കഴിഞ്ഞു ഏതാണ്ട് അത്ര എണ്ണം കിട്ടും, ഒരു 9, 8 അങ്ങനെ കിട്ടുന്നുണ്ട്. 2 പേർക്കും കിട്ടും. ചേട്ടൻ എന്തായാലും അവിടുന്ന് എടുക്കുമ്പോ ധൈര്യക്കുറവുണ്ടായിരിക്കും പലർക്കും. പക്ഷെ ചേട്ടൻ എങ്ങനെ ധൈര്യത്തിൽ അങ്ങനെ എടുത്ത് പശുക്കളെ? നമ്മള് പശുവിനെ എടുത്ത് നമുക്ക് കാരണന്മാരായിട്ട് ഇവിടെ പശുക്കളുണ്ട്. കാളവണ്ടി ഉണ്ട് എന്റെ വീട്ടില്. അച്ഛനുള്ള കാലത്ത് കാളവണ്ടി, എരുമ, പോത്ത്, പശു ഒക്കെ ഉണ്ടായി. അപ്പൊ ഒരു ധൈര്യത്തിലാണ് എടുക്കണേ. അല്ലാണ്ട് ഇതിന്റെ ഉള്ളി കിടന്ന് രോഗം ഉണ്ടോ ഇതുണ്ടോന്നൊന്നും നോക്കിയല്ല. ഏതാണ്ട് ഇത് കാണുമ്പോ നമുക്ക് അറിയാം നല്ല വർഗാവും വലുതായി വരുമ്പോ നമുക്ക് ഒരു ഇതുണ്ടാവും. പശുക്കളെ കണ്ടു കഴിയുമ്പോ പിന്നെ ഒക്കെ ഭാഗ്യ യോഗ്യം പോലെ ഇരിക്കും. ഇതിങ്ങളുടെ കേസ് ഈ പറഞ്ഞ പശു നല്ലതായിരിക്കും, ചെന പിടിച്ചില്ലെങ്കിൽ പോയില്ലേ. അങ്ങനെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ. പുറമെ നോക്കുമ്പോ ഒരു കണ്ടീഷൻ.
ഏകദേശം കാണുമ്പോ നമുക്ക് അങ്ങനെ അറിയും പാലിന്റെ കുറെ ദിവസം. ഞരമ്പുമൊക്കെ, ഈ പുതിയ പശുവിനെ ഒന്നും പാൽ ഞരമ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു പേര് കഴിഞ്ഞാൽ ആ പാൽ ഞരമ്പ് തടിച്ചോളൂ. ചിലതിന്റെ അടിക്കൂട്ടോ. ഇതിന്റെ ചെറുതായിട്ട് അങ്ങിയ വസ്തു ഉണ്ട്. അത് കണ്ട ചെറുങ്ങനെയുണ്ട്. അത് ഒരു പ്രാവശ്യം കറന്ന് കഴിഞ്ഞ് കഴിയുമ്പോ നല്ല തടിപ്പായിട്ട് വരും. പ്രസവിക്കാറാകുമ്പോ അത് ഇങ്ങനെ തടിച്ചു വരും. ഒരു പ്രസവം കഴിഞ്ഞാൽ നല്ലോണം അതിന്റെ കണ്ട അതിന്റെ വെള്ളക്കെ കണ്ടു കണ്ട രണ്ട് സൈഡിലുണ്ട്. അവരുടെ 3 പേർക്കുണ്ട്. അത് ഒരു പ്രസവം കഴിയണം. അത് ഞരമ്പ് വന്നെങ്കിൽ ഒരു പ്രസവം വരാൻ ഞരമ്പുണ്ടാവൂല. അതങ്ങനെ പ്രത്യേകിച്ചൊന്നും നോക്കിയിട്ടൊന്നുമില്ല. കൊമ്പുള്ളതിനെ കൊണ്ടുവരും. അവിടെ ചെല്ലും നമുക്ക് നോക്കും. കൊമ്പിനൊന്നും പ്രയോജനപ്പെടുത്തിയിട്ടല്ല നമ്മള് എടുക്കണത്. അപ്പൊ അതനുസരിച്ച് നോക്കി നമ്മുടെ കണ്ണില് പറ്റി അത് കച്ചവടാക്കും. കൊമ്പുണ്ടെങ്കിലും പറ്റി പശുവിനെയും മേടിക്കും. പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ നിങ്ങളെ തൊട്ട് തലവടിയും തീറ്റയും കൊടുത്ത് നമുക്ക് ഒരു പ്രത്യേക സുഖമാണ്. നേരെ മറിച്ച് വീട്ടിൽ നിന്ന് TV ഉണ്ടെങ്കിൽ സുഖം കിട്ടില്ല. അതെന്താന്ന് അറിയാൻ പാടില്ല. ഈ തൊഴുത്തിൽ വന്നാൽ നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് കഴിയുമ്പോ ആ പ്രശ്നമൊക്കെ മറക്കും. പിന്നെ നിങ്ങൾ ചിലപ്പോ നക്കലും പിടിക്കലും ഇതേതണ്ട അതേപോലെയുള്ള ആൾക്കാരിക്കും. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് കഴിയുമ്പോ എന്താന്ന് അറിഞ്ഞൂടാ. ഇതിന്റെ ഉള്ളിൽ കയറിയുമ്പോ ആ ടെൻഷനൊക്കെ പോയി. ഒരു പ്രശ്നം നമ്മൾ അറിയില്ല. എന്നാ വീടിനകത്തിരുന്ന നമുക്ക് അപ്പ വരും ഓരോ കാര്യങ്ങള്. ശരിയാണ്, ഞങ്ങൾക്കും അത് ഫീൽ ഞാൻ വെറുതെ വരുന്നല്ല. അപ്പൊ എങ്ങനെയാണ് ഈ പശുവളത്തിന്റെ തുടക്കം എന്ന് പറയാമോ? തുടക്കം എന്ന് പറഞ്ഞാൽ മുമ്പേ ഇവിടെ ഒരു വെച്ചൂര് പശു എന്ന് പറഞ്ഞ ഒരെണ്ണം നമ്മുടെ വീട്ടിലേക്കുള്ള പാലും കാര്യങ്ങളായി. അങ്ങനെ നിൽക്കുമ്പോ ഒരു ക്രാവിനെ ഞാൻ മേടിച്ചു നിർത്തി. പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പശുണ്ട്, ആളവണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ മുമ്പുണ്ടായിരുന്നത് ഈ കൂട് തന്നെയാലും മുമ്പുണ്ടായിരുന്നത് കുതിരയുണ്ടായി. അത് നമ്മുടെ മകനെ കുതിരയുണ്ട്. അവന് ഒരു വശം ഷെഡ് എടുത്തു. ഷെഡ് എടുത്തിട്ട് കുതിരേനെ കൊടുത്തിട്ടുണ്ട്. അവൻ ഗൾഫിൽ പോയിട്ട് വരുമ്പോ 2 കുതിരേനെ കൊണ്ടുവരും. പോവാറാകുമ്പോ വിറ്റിട്ട് പോകും. അങ്ങനെ വന്ന് ഈ കൂട് കിടക്കുന്നുണ്ട്. ഞാൻ കുറെ ആടിനെ മേടിച്ചാ വളർത്തിയ ഫസ്റ്റില് ഒരു 5-6 വർഷം മുമ്പ് ആടായിരുന്നു ഇതിനകത്ത് നിറച്ച് 15 എണ്ണത്തിനെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചേ. ഞാൻ മൊത്തം കൊടുക്കുമ്പോ 36 എണ്ണം ഉണ്ടായി. കുഞ്ഞുങ്ങള് ഉണ്ടായി. എന്നാൽ 2 കൊല്ലം കൂടിയും 2 കൊല്ലം വേണ്ട 1 കൊല്ലം കൂടി ഞാൻ പിടിച്ചിരുന്നെങ്കിൽ അതൊരു വരുമാനമായി എനിക്ക്. അപ്പൊ ദിവസവും ഇത് പ്രസവിക്കാണ്. അപ്പൊ മുട്ടൻകുഞ്ഞിനെ ഒരു വയസ്സായ മുട്ടൻകുഞ്ഞിനെ കൊടുത്ത ആളുണ്ട്. ഒരു മുട്ടൻകുഞ്ഞാന്ന് പറയുമ്പോ നല്ല വിലയും കിട്ടും. നാട്ടിൻപുറത്ത് കൊടുത്താ കച്ചവടക്കാർക്ക് കൊടുത്താൽ കിട്ടില്ല. അവര് വന്ന് വെറുതെ മേടിക്കുള്ളൂ. നമ്മള് കഷ്ടപ്പെടാൻ നോക്കും. അങ്ങനെയായതാ. പിന്നെ നമ്മുടെ മകൻ ഇവിടെ കൊണ്ടുപോ കുതിരേനെ കെട്ടി. അപ്പൊ ഈ ആടിനെ അയച്ചു വിട്ടേക്കാണ് ഞാൻ ഇവിടെ കണ്ടത്. നെറ്റ് വെച്ച് കെട്ടിയേക്കണ ഫുള്ള് അതിനിവിടെ അയച്ചു വിട്ടേക്കാണ് ഞാൻ ഫുള്ളും. അതാണ് അവിടെ ഗേറ്റും വെച്ചേക്കണേ. അപ്പൊ ഇവരെ ഓടി കളിക്കും. വൈകുന്നേരമാണ് ഈ കൂട്ടി കയറ്റി അടക്കുള്ളൂ തീറ്റയെ കൊടുത്ത് കഴിഞ്ഞിട്ട്. ഞാൻ ഓർക്കും ചെയ്തു ഈ സാധാരണ പശുക്കളുടെ കൂടുതൽ ഇങ്ങനെ ഇതുപോലെ പണിയുള്ളൂ. പക്ഷെ തിന്നയുടെ പൊക്കത്തിനെ ഇത്രയും പൊക്കത്തിനെ ഈ ഞാൻ പാലക്കാട് പോയിട്ട് പന മേടിച്ചൊന്ന് അടിച്ചേ. ഈ പനിയിലെ കുടപ്പന അത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മില്ലി കൊണ്ടുവന്ന് ഈർന്ന് അതടിച്ച ആ കുടപ്പനയുടെ കഷ്ണങ്ങളാ പുറത്തിരിപ്പുണ്ട്. ഇത് പൊളിച്ചിട്ട് അവിടെ കൊണ്ടുവന്നത്. പിന്നെ ഈ പശുവിലേക്ക് കയറിയ പിന്നെ ഈ മരപ്പണി നടന്നല്ലോ എനിക്ക്. പുള്ളിയുടെ നല്ല അത് നിർത്തി. അതില് വരുമാനം ഇല്ലാണ്ടായി. വെറുതെ 5-6 ലക്ഷം രൂപയുടെ മെഷീനറി ഒക്കെ ഉണ്ടായി. ഒക്കെ കൊടുത്തു ആ ഷെഡില്. അങ്ങനെ വന്നു പിന്നെ ഇത് ചെറിയ ഒന്നും പറ്റി ചെലവാസി കിട്ടുമല്ലോ. അങ്ങനെ ഒന്നും പോവാ. പിന്നെ അതുമല്ല ഇത് കുറെ കാലം സൂക്കേടൊന്നും പണ്ട് നമുക്ക് കിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 കൊല്ലം കഴിഞ്ഞാ നല്ല പൈസക്ക് വരുമാനവും. ഇവിടെ കുഞ്ഞുങ്ങള് ഈ പെൺകുട്ടികളായി കിട്ടിക്കഴിഞ്ഞാ എല്ലാവരും പറയണേ പെൺകുട്ടികളെ വളർത്തിയാൽ നഷ്ടം. ഒരു നഷ്ടമില്ല. അവർക്ക് ഒരു തീറ്റയുമ്പോൾ സ്പെഷ്യലായിട്ട് കൊടുക്കണല്ലോ. അവർക്ക് കൊടുക്കണേന്ന് കുറച്ചെടുത്ത് കൊടുക്കും. ഇത്രയായ ചെന പിടിച്ചാൽ നമ്മള് വേറെ തീറ്റ കൊടുക്കണം. അത് ഇതിന്റെ ഉള്ളിലേക്ക് കുഞ്ഞും വളരാണല്ലോ. അപ്പൊ അവർക്ക് 2 പേർക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ നല്ല തീറ്റ വേറെ കൊടുക്കണം. അത്രേ വേണ്ടു. ഒരു കൊല്ലണോ ശരിക്കും തീറ്റ കൊടുക്കുന്നു. ചെന പിടിച്ച പ്രസവിക്കണവരെ പ്രസവിച്ച പിന്നെ ഇവർക്ക് വരുമാനമായില്ലേ. എങ്ങനെ പോയാലും ഇവർക്ക് മിനിമം ഒരു 10 ലിറ്റർ കുറെ കണ്ട് കിട്ടും. പ്രസവിച്ചു പോയി ഒറ്റ നേരം പാലായില്ലേ. അപ്പൊ പിന്നെ എന്താ. അപ്പൊ അതുവരെ നമ്മള് ഒരു 1.5 കൊല്ലം ഇതും മറ്റേ 1.5 കൊല്ലം വേണ്ട. 15 മാസം ആകുമ്പോ കറക്റ്റ് നിങ്ങൾ എഴുതി വെച്ചോ. ഇപ്പൊ 4.5 മാസമായി. 4.5 മാസം. അതിനെ കണ്ടോ 15 മാസം ആകുമ്പോ അത് അതിനെ കുത്തിവെക്കാം.
അതുപോലെ തീറ്റ കൊടുക്കണം. തീറ്റ അല്ലാണ്ട് വല്ല മരത്തിന്റെ ചോട്ടി കൊണ്ടൊന്നും കെട്ടിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ കണ്ടില്ലേ പൊരിഞ്ഞ വെയിൽ തയ്ച്ചിട്ട് കൊണ്ടുവരുന്നേ. അതുപോലെ നല്ല തീറ്റ കാലത്തും കൊടുക്കും, ഇപ്പോഴും കൊടുക്കും. വന്നു കഴിഞ്ഞപ്പോ എല്ലാവരുടെ ഒപ്പം കഴിച്ചു. ഇനിയിപ്പോ അത്യാവശ്യം പാല് കുടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 3 ലിറ്റർ പാല് വെച്ച് ഒരു 1.5 മാസം കൊടുത്തു. അത് കഴിഞ്ഞപ്പോ 1.5 മാസം 1 ലിറ്റർ, 1 ലിറ്റർ കാലത്ത് 1 ലിറ്റർ വൈകിട്ടും. 3 പ്രസവിച്ചപ്പോ 2 ഇതായി പോയി. എനിക്ക് അവരെണ്ണം സുഖമില്ലാണ്ട് പോയാല് സങ്കടമില്ലായിരുന്നു. ഏത് പെൺകുട്ടിയായിരുന്നെങ്കിൽ അതിനെ നമുക്ക് വളർത്തിയെടുക്കാലോ. 2 കൊല്ലം കഴിഞ്ഞാലും ഒക്കെ മൂരി പോയി. മൂരീനെ വളർത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കയ്യോടെ ആലുവക്കാർ വന്ന് കൊണ്ടുപോയി. ഒരാഴ്ച ഇവിടെ നിർത്തി ഇവരൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ ആ നേരത്ത് ഇവിടെ ഇതുങ്ങൾ പ്രസവിക്കുമ്പോ ഭയങ്കര മഴയും ചെളിയും, അത് കെട്ടാനും സൗകര്യമില്ല. അപ്പൊ എനിക്കും തലയ്ക്ക് ഭ്രാന്തായി. വേഗം കൊടുത്തു വിട്ടു അവർക്ക്. അവർക്കാണെങ്കിൽ ആ സാധനം മതി. ശരി, നമ്മൾ നിർത്തിയിട്ട് കാര്യം ഒഴിവാക്കി ഇടും നമുക്ക് അല്ലേ. ഇത് മറ്റേ പശുക്കുട്ടിയായിരുന്നു അവിടെ നിർത്തി. ഇവിടെ കണ്ടോ എഴുതി വെച്ചോ 15-ാം മാസം മതിക്കിയത്. അല്ല 13-ാം 12, 3, 15. ഞങ്ങൾ വന്നപ്പോഴേ കൊല്ലം മതി. ഈ പശുവാണ് ഏതൊരു പശു ഭയങ്കര ചാട്ടമായിരുന്നു. അത് ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഇഞ്ചക്ഷൻ 2 പ്രാവശ്യം വെച്ചതാണ്. അതിനകത്തുള്ള 2 പ്രാവശ്യം വെച്ചതാ. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിലും വെച്ചുണ്ട്. ഇപ്പൊ എന്താണാവോ പിടിച്ചണ്ടോ ഇല്ലേ അതിന്റെ ലക്ഷണം അവള് കിടന്ന് കളിക്കണേ. അതെ അല്ലേ. അപ്പൊ ഈ കൂടിപ്പോ എത്ര നാളെ പണിതിട്ട്? ഈ കൂട് പണിതിട്ട് ഒരു 5-8 വർഷമായി ഉണ്ടാവും. 8 വർഷമായി. ഒരു വശം മാത്രമേ ഉണ്ടായുള്ളൂ. ഈ വശം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അതുണ്ട്. അത് ഭാര്യയുടെ ഈ തൊഴിലുറപ്പ് 10-60,000 രൂപ കിട്ടി. ഈ തൊഴിലുറപ്പ് ഏർപ്പെടുത്തി അങ്ങനെ കിട്ടിയതാ. അല്ലാണ്ട് കിട്ടില്ല. മറ്റേത് നമ്മള് കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ഇത് പിന്നെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ആക്കിയതാണ്. ആക്കിയത് രണ്ടാമത് പഞ്ചായത്തുകാർ പറഞ്ഞു ഇങ്ങനെ ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പൊളിപ്പിച്ചു തന്നെ കൊണ്ട് പൊളിപ്പിച്ച് കാലിയാക്കാൻ പറഞ്ഞു. കാലിയാക്കി ഫോട്ടോ എടുത്തിട്ട് രണ്ടാമത് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് തുടങ്ങി. പിന്നെ അവരുടെ കണക്ക് പ്രകാരമാണ് ഇങ്ങനെയൊക്കെ പൊക്കി കെട്ടണ്ടേ. ശരിക്കും ഇങ്ങനെ പൊക്കി കെട്ടണ്ട. ഇത് ഇത്ര 2 വലിയ പൊക്കുണ്ടാവും. ഇത്രയും കണ്ടിരുന്നത് നിങ്ങൾക്ക് വേനൽക്കാലാകുമ്പോ ഇപ്പൊ ഒന്നും കുഴപ്പമില്ല. നല്ല വേനൽക്കാലാകുമ്പോ ചൂട് കൂടും. അപ്പൊ ഈ പൊക്കാണ്ടിരുന്ന കാറ്റ് ഫുള്ളായിട്ടും കയറും. എല്ലാം കൊണ്ടും നല്ല സുഖമാണ് അവർക്ക്. കിട്ടും. ഇതിങ്ങനെ പൊക്കി കിട്ടുമ്പോ ആ സൈഡിൽ നിന്ന് ഈ മോളിൽ കൂടെ ഉള്ള കാറ്റാ വരുള്ളൂ. അത് മോളിൽ കൂടെ തന്നെ പോവുകയും ചെയ്യും. താഴെ കൂടെ കാറ്റടിക്കണം. എന്നാലും അപ്പൊ ഈ കൃമി ഈച്ച അത് ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴും കാറ്റടിക്കുമ്പോ കൊറേയൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ തറ ഉണങ്ങാനും പെട്ടെന്ന് ഉണങ്ങാനും എളുപ്പതാ. ഈ പൊക്കം കുറയ്ക്കല് വെയിലും കൊള്ളും ഏറ് കയറൂലോ നല്ലോണം. കേസ് കുറച്ചേ കൊടുക്കണുള്ളൂ. ഇപ്പൊ ഈ സർക്കാരിന്റെ 2 ഏക്കർ ഫ്രീ കിട്ടുന്നുണ്ട്. പിന്നെ ക്ടാക്കളുടെ കിട്ടാൻ തുടങ്ങിയില്ല. ഇവർക്ക് ഇപ്പൊ പുതിയ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് സർക്കാർ. 2 ഏക്കർ പകുതി കാശുള്ളൂ. 1 ഏക്കറിന്റെ പൈസ കൊടുത്തത്. അങ്ങനെ കഴിഞ്ഞ മാസം കിട്ടി. അങ്ങനെ വന്നപ്പോഴാണ് ഇവർക്ക് തിരി കൊടുക്കാൻ തുടങ്ങിയത്. മറ്റേത് ഞാൻ തിരി കൊടുത്തില്ല. അത് പിന്നെ അങ്ങനെ കിട്ടിയതുകൊണ്ട് കൊടുത്തു. മറ്റേത് തിരിയല്ല കൊടുത്തേ. ചോളം പൊടിച്ചത് ഹരിതേന്ന്. അതിന് അന്യായമല്ലേ 35 രൂപ 36 രൂപ 1 കിലോ വില. പിന്നെ തേങ്ങാ പിണ്ണാക്ക്, കപ്പലിന്റെ പിണ്ണാക്ക്, പരുത്തിക്കുരു കൊണ്ടുവന്ന് കുതിർത്തിയത് ഇട്ട് കൊടുക്കും. അപ്പൊ ഇന്ന് വേണ്ടത് ഇന്നലെ വൈകുന്നേരം. അപ്പൊ ഇന്ന് വൈകുന്നേരം കൊടുത്തു കഴിയുമ്പോ അത് കാലിയാവും. അപ്പൊ തന്നെ കുതിരയിടും. അപ്പൊ അത് പുലർച്ചെയും കൊടുക്കും, പിന്നെ ഉച്ച കഴിഞ്ഞും കൊടുക്കും. പിന്നെ ഈ ചോറ് കുറച്ച് ഇടും. ഒക്കെ കൂടിയിട്ട് ഏതാണ്ട് ആ ചെരുവത്തിന്റെ പകുതി ഉണ്ടാവും. 7 കിലോ അത്രയും ഉണ്ടാവും. ഒക്കെ കൂടി വരുന്ന കഴിയുമ്പോ ഇപ്പൊ ഇത് കിട്ടാൻ തുടങ്ങിയപ്പോ ഈ തിരിയും കൂടി ഒരു 1.5 കിലോ 2 കിലോ തിരിയും കൂടി അത്രേ ഇടുള്ളൂ. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങക്ക് പാല് കുറെ കിട്ടും. ആ പശു ക്ഷീണിച്ചു പോകും. ഇതിനകത്ത് ഭയങ്കര യൂറിയാണ് ഈ പാല് കിട്ടാൻ വേണ്ടിട്ട്. വൈകുന്നേരം ഇതുപോലെ വെള്ളം പോലെയല്ല, കുഴച്ചിട്ട് കൊടുക്കണം. നല്ലോണം കൊടുത്തോണ്ടിരുന്ന. അപ്പൊ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ വന്നു കഴിയുമ്പോ പറഞ്ഞാ ചെന പിടിക്കില്ലടാ ഇതിനെ ഇതുപോലെ തീറ്റ കൊടുത്താന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു നേരാക്കി ഒറ്റ. അല്ലെങ്കിൽ ചെന പിടിക്കില്ലടാ നിങ്ങൾ ചീർത്ത് മുട്ടി പോകുന്നു കൊഴുപ്പൂടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു നേരാക്കി. ഒരു ക്ഷീണമില്ല അവർക്ക്. മറ്റേത് നല്ല രീതിയിൽ പാടത്തേക്ക് കൊണ്ടുവന്ന് ഇത്ര ഇത് ഇതല്ലേ. അപ്പൊ ഈ കിതയ്ക്കും അങ്ങനെ അത് മുമ്പ് കൊണ്ടുവന്ന അവസരത്തിലുണ്ടായി. ഇപ്പൊ ഒന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ കാലത്ത് തന്നെ കുളിപ്പിക്കൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പാടത്തേക്ക് കൊണ്ടുപോകും. അവിടെ കെട്ടിയിട്ട് ഒരു 11:30 ആകുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അയച്ചിട്ട് കൊണ്ടുവരും. ആ കൊണ്ടുവരുമ്പോഴാണ് ഈ സെറ്റപ്പ് കൊടുക്കണേ. ഇത് അപ്പൊ ദാഹം ഉണ്ടാവുമല്ലോ. ഇതൊക്കെ കൂടി ദാഹവും വിശപ്പും ഒക്കെ കൂടി അങ്ങോട്ട് മാറി. ഇനി റെസ്റ്റ് ആണ് അവർക്ക് 5 മണി വരെ. പിന്നെ അവർക്ക് തീറ്റ കൊടുക്കുന്നതിന്റെ ഒപ്പം ഇവർക്ക് ഇപ്പൊ കുറെ പുല്ലിട്ട് കൊടുക്കും. അരിഞ്ഞ പുല്ല് തന്നെ വയറ് നിറച്ചിട്ട് കൊടുക്കും. മറ്റേത് തീറ്റ കൊടുക്കും. തീറ്റയും കൊടുത്തു കഴിഞ്ഞിട്ടാണ് വയ്ക്കലും കൊടുക്കും, പുല്ലും കൊടുക്കല്.
ഇപ്പൊ ഇങ്ങനെ ചീർത്തും ഇപ്പൊ പാടത്തുണ്ടുമ്പോ അതുങ്ങൾക്ക് ആരോഗ്യം നല്ല നല്ല ഉഷാറല്ലേ നടക്കാതെ അങ്ങോട്ട് കിടും. ഇവർക്കൊക്കെ ഇതുപോലെ നടക്കാനുള്ള സൗകര്യം കിട്ടിയ ഇവര് നിൽക്കുമ്പോഴല്ല ഇവർക്കും ഒത്തിരി ഉഷാറുണ്ടാവും. എപ്പോഴും കുറച്ചിടം നടക്കണതാണ് മൃഗങ്ങൾക്കെല്ലാം മനുഷ്യർക്കും എല്ലാത്തിനും നല്ലത്. കെട്ടിയിട്ട പോലെ നമുക്ക് ഇവിടെ ഈ കല്ലൊക്കെ ഇട്ടേക്കണ ഞാൻ ഇവിടെ ലെവലാക്കിയിട്ട് ഇവരെ പുറത്തേക്ക് അയച്ചു കിട്ടും. അല്ലെങ്കിൽ ഇത്രയും ഭാരമുള്ള നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിയുമ്പോ നിങ്ങളുടെ കാലിന് അതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും ഇവര്. പ്രശ്നമാവും. അത് വെയിറ്റ് അല്ലേ. അവരൊക്കെ ചുരുങ്ങിയത് ഒരു 600 കിലോ എങ്കിലും ഉണ്ടാവും ഇപ്പോഴത്തെ കണ്ടീഷനില് ഉണ്ടാവും. നിങ്ങൾ അടുത്ത് കണ്ടുപോയി. അപ്പൊ എത്രത്തോളം പാലുൽപാദനം ഉണ്ട്? ഇപ്പൊ അത് പ്രസവിച്ചിട്ട് 5 മാസത്തിന്റെ അടുത്തായി. ഇപ്പൊ 2 നേരം കൂടിയിട്ട് ഒരു 35-40 ലിറ്ററിന്റെ ഇടയ്ക്കുണ്ട്. അതിലൊരു 2 നേരം കൂടി ഒരു 10 ലിറ്റർ 12 ലിറ്റർ പുറത്തും കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ ഡയറിയിലാണ്. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന തങ്കച്ചേട്ടന്റെ പശു വളർത്തലാണ്. അപ്പൊ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ നിങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.